ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രങ്ങളിലൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഓൾറെഡി കുറച്ച് കൂട്ടുകാർ ഇത് കണ്ടുപിടിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിതേ അതിനൊരു പരിഹാരമായിട്ടുള്ള സംഭവമാണ് ഇതേ വാങ്ങിയേക്കുന്നത്. അപ്പൊ ഇതെന്താണ് സംഭവം എന്നുള്ളതൊക്കെ വിശദമായിട്ട് തന്നെ പറയാട്ടോ. സ്ക്രിബിൾ ആർട്ട് പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ടെക്സ്ചർ ആർട്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു സ്കെച്ച് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ആ ഡയറിയിലാണ് നമ്മൾ ടെക്സ്ചർ ആർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു വാട്ടർ കളർ അടുത്ത പേജിലേക്കും കൂടി പടർന്നു കയറുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതിന്റെ ബാക്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്കെച്ച് ബുക്കിലേക്ക് മാറേണ്ട ഒരു മെയിൻ ഉദ്ദേശം. അതെ, ഇവിടെ ഭയങ്കരമായിട്ടുള്ള കാക്കകളുടെ ശല്യമാണ്. ഓഡിയോ എടുക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിപ്പോൾ സ്ക്രിബിൾ ആർട്ട് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് കുറച്ച് ടെക്സ്ചർ ആർട്ടും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡയറി വാങ്ങിയത്. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ ആർട്ടിനെ പറ്റിയിട്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ 2 കമന്റ് വന്നത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആ വർക്കുകൾ നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലെന്തായാലും നിങ്ങൾ പറഞ്ഞ പോലത്തെ കുറച്ച് ടെക്സ്ചർ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിൽ ചെയ്യുന്ന വർക്കുകളുടെ വീഡിയോസ് കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.